അതിന്റെ ഉദ്ഘാടന മത്സരത്തില് മർമര ഇറ്റാലിയ സബാൻ കോട്ടകലും സോക്കർ സ്പോർട്ടിംഗ് ഷൊർണൂരും തമ്മിലാണ് ആദ്യത്തെ മത്സരം. ഇതില് സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 21 അംഗീകൃത ടീമുകൾ മത്സരിക്കുന്നുണ്ട്. സഫയുടെ 21 ടീമുകളാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും വിദേശത്തുള്ള താരങ്ങളുണ്ട്. നൈജീരിയ, ചിലി, ഗാന തുടങ്ങിയ വിദേശ താരങ്ങളൊക്കെ നമ്മുടെ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണ വിവരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് വായിക്കുമെന്ന പ്രത്യാശയിലാണ് ഞാൻ. കൂടാതെ കുറച്ച് ഇന്ത്യൻ താരങ്ങളും ഞങ്ങളുടെ ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കളിക്കളത്തിൽ കൂട്ടണിയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സെവൻസ് ഫുട്ബോൾ മേഖലയിൽ എന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം ചെയ്യുന്നത് ഞങ്ങളല്ല സാർ. ഇന്നിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും RFID, സീസൺസി ടിക്കറ്റ്, കോംപ്ലിമെന്ററി ടിക്കറ്റ്, സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ടിക്കറ്റ്, ഇതൊക്കെ ആദ്യം ചെയ്തത് നമ്മളാണ്. അതിന് പുറമെ ഈ LED ബോർഡ്, അതുപോലെ തന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ്, ഈ പ്ലേയേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന ബോർഡ്, ഇലക്ട്രോണിക് ബോർഡ്, ടൈമർ, ഡിജിറ്റൽ ടൈമർ. സെവൻസ് ഫുട്ബോളിലെ വലിയൊരു പ്രശ്നമാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നു, റഫറി കമ്മിറ്റിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പരാതികളൊക്കെ. ഞങ്ങളുടെ ടൂർണമെന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ഡിജിറ്റൽ ടൈമർ കൊണ്ടുവന്നത് ഞങ്ങളാണ്. പിന്നീട് അത് SFAന്റെ എല്ലാ ടൂർണമെന്റിലും അത് നിർബന്ധമാക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായി കാണിച്ചു കൊടുത്തത് ഞങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നതാണ്, ഈ വർഷം എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പുതുമ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. ഗാലറിയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് വീക്ഷിക്കുന്നത് ഫ്രീ ആണ്. സ്ത്രീകളെ ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നു. മാത്രമല്ല, ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന ഒരു സംവിധാനം, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആൻഡ്രോയിഡ് iOS ഒരു ആപ്പ് തന്നെയുണ്ട്. അല്ല സർ, 2026 എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെയുണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് സീസൺ ടിക്കറ്റ് എടുക്കാം, അതുപോലെ തന്നെ ഡെയിലി ടിക്കറ്റ് എടുക്കാം. അത് മാത്രമല്ല, ടൂർണമെന്റിനെ സംബന്ധിച്ച മുഴുവൻ അപ്ഡേറ്റ്സും അതിനകത്തുണ്ടാവും. ഇപ്പോ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഏതൊക്കെ കളി, ഏതൊക്കെ അതിന്റെ സ്കോർ എത്ര, അതിൽ ഗോൾ അടിച്ചവരാര്, പിരിഞ്ഞു പോയവരാര്, ഇനി വരാൻ പോകുന്ന ബാക്കിയുള്ള ടീമുകൾ ഏതൊക്കെ, ബെസ്റ്റ് പ്ലെയർ ഏതായിരുന്നു, ആദ്യം ഗോൾ സ്കോർ ചെയ്ത കളിക്കാരനായിരുന്നു, ഇങ്ങനെയുള്ള മുഴുവൻ അപ്ഡേറ്റ്സും അറിയാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് വാർ സിസ്റ്റം നിങ്ങൾ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും. ചില ടൂർണമെന്റുകളൊക്കെ വാർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇത് വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു വാർ സിസ്റ്റം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് LED വാളിന്റെ കാര്യമാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതായത് 20 അടി വീതിയും 10 അടി ഹൈറ്റും ഉള്ള വലിയ ഭീമാകാരമായ ഒരു LED വാളാണ് നമ്മുടെ പ്രദർശനത്തിന് വെക്കുന്നത്. അത് 4K റെസൊല്യൂഷനിൽ 3D ആണ്. 3D ആയിട്ടുള്ള മൂവീസ് പ്ലേ ചെയ്യാൻ പറ്റുന്ന LED വാളാണ് ഈ വർഷം ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ളത്. +2 കഴിഞ്ഞ ആർക്കും ഹ്രസ്വകാലം കൊണ്ട് പഠനം പൂർത്തിയാക്കാവുന്നതും ആധുനിക ലോകക്രമത്തിൽ ഏറെ ജോലി സാധ്യതയുള്ളതുമായ മൊബൈൽ ഫോൺ ടെക്നോളജി പഠനത്തിന് നവീന രീതികൾ ആവിഷ്കരിച്ച് സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കുവാനും ആഗോള സംരംഭകരായി വളരുവാനും അനേകം പേർക്ക് വഴി തുറന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാറ്റങ്ങൾക്കൊപ്പമല്ല, മാറ്റങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, be one step ahead.